ഇപ്പോഴാണ് രാവിലെ അറിഞ്ഞത്. എന്ത് വകുപ്പിലാണ് കേസ് എടുത്തത് എന്നുള്ളത് ഞാൻ എന്തായാലും മതസ്പർദ്ധ കലാപാഹനം എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കൂലേ. ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല. യോജിപ്പിക്കുകയാണ്. അതായത് നമ്മൾ നമ്മൾ ആദ്യം മുതലുള്ള കാര്യമാണ്. ഇതൊരു എന്താ പറയുക, കമ്മ്യൂണൽ ഇഷ്യൂവിലേക്കോ അങ്ങനത്തെ പോയതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു. ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ, അറിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇനി എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു FIR ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പം ചെയ്യുക? പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനെതിരായുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്തു മനാഫിനെ അനുകൂലിക്കുന്നതുകൊണ്ട്. പക്ഷേ അതിനുശേഷമുണ്ടായ ഇത്തരം കേസെടുക്കുന്നത് അതിനെങ്ങനെയാണ് മനാഫ് പറഞ്ഞത്? ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത്, അവരാരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒരിക്കലും ഓലെ ആക്രമിക്കരുത്, ഓർക്കെതിരെ ഒരു കമൻ്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ഒരു ഞാൻ എന്താ ചെയ്യാ? അതിനിടയ്ക്ക് സാഹചര്യം താങ്കൾ പല ചാനലുകൾക്ക് നടത്തിയ കമന്റുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ആ ഒരു വൈകാരികതയാണ് ഇതിനിടയാക്കുന്നത് എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായിട്ട് പറയുന്നത്. എന്ത് പ്രതികരണം ഇപ്പം ഞാൻ ഇവർക്കെതിരെ പറഞ്ഞത്? ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത്. അവരെന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ. മനാഫിന്റെ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ, അതിലെവിടെയെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാലോ. അറിയില്ല, ഞാനൊന്നും അറിയില്ല. ഞാനിപ്പം ഇന്ന് രാവിലെ അപ്പം അറിയണത് എനിക്കെതിരെ FIR-ഉം കേസും ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്നലത്തോട് കൂടിയിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞതാ. സങ്കടം ഉണ്ടാവില്ല, അത് കുഴപ്പമില്ല. സങ്കടമുണ്ട്. പക്ഷേ ആരാ അത് എന്തിനാ അത് ചെയ്യണത് എന്നുള്ള മനസ്സിലാവില്ല. ഇല്ല, പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല പൊതുവെ. പിന്നെ ഒരു ദയവ് ചെയ്തിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, അനാവശ്യമായിട്ട് ദയവ് ഇതിൻ്റെ ഫോണിലേക്ക് ആരും വിളിക്കാതൊക്കെ. കാരണം എന്താണ്, എനിക്ക് ആവശ്യമുള്ള കോള് വരെ എടുക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം ഞാനൊരു 100-500 കോള് വന്നും കൊണ്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ. എനിക്ക് ആകെ ഒരൊറ്റ ഫോൺ നമ്പറേ ഉള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും കൂടി നിങ്ങളോട് പറയുകയാണ്, എനിക്ക് വറീഡ് ആവുന്നുണ്ട്. ഞാൻ വിചാരിച്ച് ഇവനെ കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. ഇല്ല, മാതൃകാപരമായ സമാനതകളില്ലാത്ത ഒരു ദൗത്യത്തിന്റെ പിന്നാമ്പുറത്ത് ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അറിയില്ല. അറിയില്ല. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, വളരെ വൈകാരികമായാണ് മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. ആദ്യം തന്നെ കേസിന്റെ വിശദാംശങ്ങൾ ആദ്യം ഒന്ന് പങ്കുവെക്കൂ, മറ്റു വിവരങ്ങൾ. അജി, ഇന്നലെ അർജുന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നടക്കുന്നു, വലിയ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന് കാണിച്ചാണ് അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസ് മനാഫിനെ പ്രതി ചേർത്ത കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 192, അതുപോലെ കേരള പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകൾ ചേർത്താണ് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, കലാപാഹ്വാനം നടത്തുക എന്നിവയാണ് ഈ വകുപ്പുകൾ. കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബം തങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു, അർജുന്റെ സംസ്കാരത്തിന് ശേഷം വലിയ രീതിയിൽ കുടുംബത്തിന് നേരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രസ് മീറ്റിന് ശേഷവും
കുടുംബത്തെ വലിയ രീതിയിൽ മോശക്കാരായി ചിത്രീകരിക്കുന്നു, വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് കാണിച്ചാണ് കഴിഞ്ഞ ദിവസം കുടുംബം പരാതി നൽകിയിരുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. അതിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ കുടുംബം നമ്മോട് പങ്കുവച്ചത് എന്താണെന്ന് വെച്ചാൽ മനാഫിനെതിരെ അർജുന കുടുംബം പങ്കുവച്ചത് മനാഫിനെതിരെ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ചേപ്പായൂർ പോലീസാണ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കലാപാഹ്വാനം, അതുപോലെ തന്നെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നീ വകുപ്പുകൾ ചുമത്തി, വലിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് മനാഫ് ഇതിനോട് പ്രതികരിച്ചു. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.